ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഏത് റെസൊല്യൂഷനിലായിരിക്കണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ വാച്ച് ടൈമിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നത് പലവരും പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കൈമാസ്റ്ററിനെ കുറിച്ച് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ മൊബൈൽ വഴി വീഡിയോസ് എടുക്കുകയും എഡിറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എഡിറ്റിംഗ് ആപ്പായ കൈമാസ്റ്റർ ആയിരിക്കും അധികം പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈമാസ്റ്റർ തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇതിൽ ഫുൾ എച്ച് ഡി, ഇപ്പോൾ ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ താഴെ തന്നെ എച്ച് ഡി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, 1280 × 720. ഇത് തന്നെയാണ് തമ്പനെയിലിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ തമ്പനെയിലൊക്കെ ഏത് റേഷ്യോയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? ഇതേ റേഷ്യോയിലാണ് 720. ഓക്കെ, 1280 × 720 ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ തമ്പനെയിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. കാരണം അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റേഷ്യോ ആണെങ്കിൽ മാത്രമേ നമുക്ക് തമ്പനെയിൽ അവിടെ പോസ്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു റേഷ്യോ മുഖാന്തരം തന്നെ നമ്മൾ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അതേ തമ്പനെയിൽ ഹൈ ഡെഫിനിഷൻ HD എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയിലായിരിക്കണം നമ്മൾ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഡയമണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ആ ഒരു എക്സ്പോർട്ടിംഗ് ഓപ്ഷൻസ് ആയിരിക്കണം ഇവിടെ കാണിക്കുക. അതായത് ഹൈ ഡെഫിനിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം, പിന്നെ ലോ ക്വാളിറ്റി. ഈ മീഡിയം ലോ ക്വാളിറ്റി എടുക്കരുത്, ഹൈ HD മാത്രം എടുക്കുക. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ ഡെഫിനിഷൻ എന്നത്. പിന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേറെ ഒന്ന് കാണിച്ചു തരാം. അതായത് സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൈമാസ്റ്റർ നിങ്ങൾ വിത്തൗട്ട് വാട്ടർമാർക്ക്, അതായത് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക എന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്, അതായത് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്രാക്കഡ് വെർഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് പ്രോബ്ലം ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ മുന്നേ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കൈമാസ്റ്റർ കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പഴയ വീഡിയോ ആണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് പോവേണ്ട രീതി, എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ രീതി അതിൽ പറയുന്നുണ്ട്. തൽക്കാലം ആ വീഡിയോസിന് ഒന്നും സംഭവിക്കാത്തടത്തോളം ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. പുതുതായി വരുന്നവർക്കെല്ലാം വിത്തൗട്ട് വാട്ടർമാർക്ക് കൈമാസ്റ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്ന് വളരെ വിശദമായി അതിൽ പറയുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഈ കൈമാസ്റ്ററിന്റെ എന്താ പറയുക, വാട്ടർമാർക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ അത് ഒഴിവാക്കി വീഡിയോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്ന വീഡിയോസിന് ഒരു പക്ഷേ അവർ കോപ്പിറൈറ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അവരുടെ വാട്ടർമാർക്ക് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവർക്ക് പറയാലോ, എന്റെ കൈമാസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവർ വീഡിയോസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ എന്റെ വാട്ടർമാർക്ക് അതിൽ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു ഓപ്ഷനും ഇല്ല. കാരണം വാട്ടർമാർക്ക് ഉണ്ട്. നമ്മൾ വാട്ടർമാർക്ക് ഒഴിവാക്കിയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഏത് എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്തു എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ക്യാഷ് പേയ്മെന്റ് ചെയ്യാണ്ട് ക്രാക്കഡ് വെർഷനിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ആ ഒരു മെത്തേഡല്ല പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഈസി വേ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വഴി നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും അതിൽ പറയുന്ന പ്രൊസീജിയർ എങ്ങനെയാണോ അതുവഴി നിങ്ങൾക്ക് പുതിയ വെർഷൻ, ഇപ്പൊ ഞാൻ പുതിയ വെർഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓൾഡ് വെർഷൻ ആണ്, പക്ഷെ അതിൽ ഒരുപാട് എന്താ പറയുക ഒരു ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റിംഗ് അടിപൊളിയാക്കാം. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരാം, എങ്ങനെയാണ് എഡിറ്റിംഗ്, ആ ഒരു പുതിയ ഫീച്ചേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ അതിൽ പോയിട്ടാണ് പുതിയ ഫോണിലേക്കുള്ള കൈമാസ്റ്റർ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓൾഡ് വെർഷനിൽ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൈമാസ്റ്റർ നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഡയമണ്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ ഒരു വെർഷനിലുള്ള നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പേജ് വന്നാൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ട രീതി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ റെസൊല്യൂഷൻ എന്ന് എഴുതിയിട്ട് തന്നെ QHD എന്ന് പറയുന്ന 1440p. ഓക്കെ, അതുകൊണ്ട് അതുപോലെ തന്നെ ഫുൾ HD എന്നുണ്ട്. അതിന്റെ താഴെ HD 720p എന്നുണ്ട്. ആ 720p ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ വീഡിയോസ് എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 720p എന്നുള്ളതിൽ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫ്രെയിം റേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രെയിം റേറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 30 എന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ താഴെ ഒന്നും പോകരുത്, 30 സെലക്ട് ചെയ്തിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. കാരണം ഇതാണ് നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ട നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് സിസ്റ്റത്തിൽ എടുത്താലും ഏതിലെടുത്താലും നമ്മൾ കൈമാസ്റ്റർ വഴിയാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പൊ മറ്റുള്ളതിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻ തന്നെ ആയിരിക്കണം. കാരണം യൂട്യൂബിൽ ഒരു റെസൊല്യൂഷൻ നമ്മൾ ഹൈ ആയിട്ട് 4K ഒക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ എന്ത് എടുത്തിട്ടാലും നമുക്ക് കാണുന്നത് അത്തരത്തിലുള്ള ക്വാളിറ്റി തന്നെ ആയിരിക്കും യൂട്യൂബിൽ കാണുക. അപ്പൊ നമുക്ക് 4K വീഡിയോസ്, നല്ല ക്വാളിറ്റി ഉള്ളൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ കൈമാസ്റ്ററിലൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റെസൊല്യൂഷനിലായിരിക്കണം നിങ്ങൾ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം നിങ്ങൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ HD 720p
30, അതായത് ഫ്രെയിം റേറ്റ് 30 വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇതിലൊന്നും ശ്രദ്ധിക്കാനുള്ളതില്ല. ഇത്ര തന്നെ ഉള്ളൂ കൈമാസ്റ്ററിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ ഇനി അടുത്തൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോസിൽ വാച്ച് ടൈം കിട്ടാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം തന്നെ. ഇപ്പൊ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് വീഡിയോ കാണേണ്ടത് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കാണാം. ഇത് ക്വാളിറ്റിനെ കുറിച്ചുള്ള പറയുന്നത്, വാച്ച് ടൈം അല്ല. ഈ ഒരു 480p ഇവിടെ ഓട്ടോ എന്ന് എഴുതിയാൽ 480p ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും. ചിലവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 240, അതിന്റെ താഴെ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട്, അതായത് ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ കാണുമ്പോൾ എന്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റിയേ ഇല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം ഇത്തരത്തിലുള്ള ക്വാളിറ്റിയിൽ ഓട്ടോ ചെയ്ത് വെച്ചതിൽ കുറവായിരിക്കും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകുക. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുകയാണ് എന്റെ വീഡിയോസിന് ക്വാളിറ്റി ഇല്ല എന്ന്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ നോക്കുക. അതേപോലെ തന്നെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ പ്ലേ ബാക്ക് സ്പീഡ് നോർമൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമ്മൾ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0.25x 25x ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഏറ്റവും നോർമൽ സ്പീഡ്. നമ്മൾ പലപ്പോഴും പറയുന്നത് വളരെ എഴഞ്ഞ് പോകുന്ന സ്പീഡിലായിരിക്കും ഇത് കാണുക. അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്ഷൻ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കുറച്ച് നന്നായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മെല്ലെ സ്ലോ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക വഴി എന്താന്ന് വെച്ചാൽ, ഒന്നാമത് സ്ലോ ആയി കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് ടൈം ഇൻക്രീസ് ആവും. അതല്ല സ്പീഡിൽ ഇപ്പൊ ഇവിടെ താഴത്ത് നോർമലിന്റെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 1.25x ഒക്കെ കാണുന്നുണ്ടല്ലോ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചടപടാന്ന് നിങ്ങളുടെ ഓടിപ്പോകുന്നത് കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, 10 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ വാച്ച് ടൈം 5 മിനിറ്റുള്ള വാച്ച് ടൈമായി മാറും. അതാണ് നമ്മുടെ ഏത് വീഡിയോ ആണ് അതിന്റെ പകുതി ആവും. അതല്ല നിങ്ങൾ താഴെയാണെന്ന് വെച്ചാൽ ഏത് വീഡിയോ അതിന്റെ ഡബിൾ ആവും. ഇതിന്റെ ഒരു വ്യത്യാസം അങ്ങനെയാണ്. അപ്പൊ വാച്ച് ടൈം കൂടാൻ വേണ്ടി ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റുള്ള മൊബൈലിൽ കേട്ടോ. അതായത് ജെനുവിൻ ആയിട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇമെയിൽ ID അടങ്ങിയ സ്വന്തം മൊബൈൽ വെച്ച് ഇത്തരത്തിൽ കാണാതിരിക്കുക. വൈഫൈ കൊടുത്തിട്ട് വേറെ മൊബൈലിൽ കണക്ട് ചെയ്യാണ്ടിരിക്കുക. വേറെ സിം ഇട്ടിട്ട് ഐഡിയ എയർടെലോ ഏത് സിം ഇട്ടിട്ട് വേറെ മൊബൈൽ വെച്ച് ഇത്തരത്തിൽ ചെയ്യുക. വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യാനുള്ള നല്ലൊരു മെത്തേഡാണ്. നന്നായിട്ട് ഇൻക്രീസ് ആവും. ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു സെറ്റിംഗ്സ് കൊടുത്തതുകൊണ്ട് യൂട്യൂബിന് അത് പറയാനും പറ്റില്ല. ഇത് ജെനുവിൻ ആയിട്ടുള്ള വാച്ച് ടൈം അല്ല നിങ്ങളുടെ വന്നിരിക്കുന്നത്, ഇത് ഇങ്ങനെ കള്ളത്തരമാണ്, അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്ലോവലി ഒരു കാര്യം പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് എഴഞ്ഞു പോകുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്താണ്, വാച്ച് ടൈം കൂടുതൽ വരികയാണ്. അപ്പൊ വാച്ച് ടൈം കൂടുതൽ വരുന്നതുകൊണ്ട് നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാം. 4000 പബ്ലിക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇത്. നമുക്ക് വീട്ടിൽ 4-5 മൊബൈൽ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്തു വെക്കാം. നമ്മുടെ ഒരു കാരണം വെച്ചാലും നമ്മുടെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരാൻ ചാൻസസ് ഉള്ള നമ്മുടെ ഇമെയിൽ ID വെച്ച് ഒരു കാരണവശാലും തുടരരുത്. നമ്മുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അതായത് നമ്മുടെ മൊബൈലിൽ അടങ്ങിയ ഇമെയിൽ ID അടങ്ങിയ ചാനൽ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അതിൽ വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ കാണരുത്. അത് നിങ്ങൾക്ക് ആഡ്സ് കിട്ടിയ ശേഷം ആയിക്കോട്ടെ, ആഡ്സ് കിട്ടുന്നതിന് മുമ്പ്, അതായത് മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാരണവശാലും അത്തരത്തിൽ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു 2x2 ഈ ഒരു നോർമലി സാധാരണയാണ് നമ്മുടെ വീഡിയോസ്. നമുക്ക് നോർമലി അവർ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുക അത് നോർമലി കാണേണ്ട രീതിയാണ്. അതല്ലാണ്ട് നമുക്ക് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ വീഡിയോസ് പെട്ടെന്ന് നമുക്ക് ഓട്ടിച്ച് കാണുന്നുണ്ടെങ്കിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു സ്പീഡിൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വാച്ച് ടൈമിന്റെ മെയിൻ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോന്റെ ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ലൈവിലൂടെ പറഞ്ഞതാണെങ്കിലും പലവർക്കും വ്യക്തമായിട്ടില്ല. ലൈവിൽ നമ്മൾ പോകുമ്പോൾ പേഴ്സണലി പല കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വരും. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് ചാനൽ മെൻഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് അതിലേക്ക് പോകുന്നതായിരിക്കും. കൺവേർട്ട് ആയിട്ട് അതിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാണ്ട ആ ഒരു രീതിയിൽ ചേഞ്ച് ആകുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല വീഡിയോ രൂപത്തിലാകുമ്പോൾ ഇതിന്റെ ഓപ്ഷൻസും കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമ്പോഴാണല്ലോ നിങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കഴിയുക. നമ്മുടെ വീഡിയോസ് കൊണ്ട് ഉപകാരം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിന് ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഡെവലപ്മെന്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം എന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു ഇൻഫർമേഷൻ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.